നമ്മളിന്നൊരു പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൈനാപ്പിൾ കേക്കും അതിൻ്റെ ഡിസൈനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ആദ്യം തന്നെ 1 കപ്പ് ആൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/8 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2-3 വട്ടം അരിപ്പയിൽ അരിച്ചെടുക്കുകയും കൂടെ വേണം, എന്നാലേ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. ഇനിയും ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതുപോലെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പീഡ് 1-ലിട്ടാണ്. ഞാനൊരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്താ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചറിലുള്ള റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് ചേർത്ത് കൊടുക്കാം ഈ ബാറ്ററിലോട്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ട് വളരെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാവൂ. ഒരു പ്രാവശ്യം ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പാലൊഴിക്കാം കുറേശ്ശെ. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ലാസ്റ്റിലായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു അബദ്ധം ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 4 മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ചെറിയൊരു കേക്ക് പാനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്നുകിൽ 2 ഇതുപോലെ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് പാൻ വേണമായിരുന്നു. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അത് നല്ല ഉയരത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് കേക്ക് ബാറ്റർ ഒഴിക്കണമായിരുന്നു. പക്ഷേ ഞാനതൊന്നും അത് ഒരു മടി കാരണം അതങ്ങനെ വയ്ക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് പൊങ്ങി മുകളിലോട്ട് വന്നില്ല. എങ്കിലും കേക്ക് നന്നായിട്ട് കിട്ടി. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. അറൗണ്ട് ഒരു 40-45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാനെടുക്കും. ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് സിറപ്പ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത്രയും പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് വിളയിച്ചെടുക്കാൻ പോവുകയാണ്. പഞ്ചസാരയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനെയും നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ വിളയിച്ചെടുക്കുന്ന പറയുന്ന പോലെ തന്നെ ഈ പഞ്ചസാരയിൽ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല രുചിയായിരിക്കും. അത് ഇവിടെ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന പൈനാപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് കേക്കിൽ സോക്ക് ചെയ്യുമ്പോഴത്തേനും നല്ല പൈനാപ്പിൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് പറ്റി കഴിഞ്ഞിട്ട് നമുക്കത് നിർത്തി വെക്കണം. ഇതാ കണ്ടില്ലേ, ഇതിങ്ങനെ ഞാനിവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിക്നെസ് വരട്ടെ. അപ്പോൾ നമുക്ക് നിർത്തി വയ്ക്കാം. ഇതാണ്ടല്ലേ. എന്നിട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് എടുക്കുന്ന സമയത്ത് ഇത് ആറുന്നുണ്ടേ ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്യും, അരിച്ചു മാറ്റും. എന്നിട്ട് ഇത് ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കും. ഈ ഒരു പൈനാപ്പിൾ ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇതെടുക്കുന്നത്. അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, ചെറിയ തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നിർത്തി വയ്ക്കാം. ഇത് ചൂടാറുന്നവരെ, ചൂടാറി കഴിയുമ്പോൾ മാത്രം നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പഞ്ചസാരയിൽ നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആവും ഈ കേക്കിന്. അപ്പോൾ ഇത് നമുക്ക് ആറാനായിട്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, ഇത് ആറാനായിട്ട് നമുക്ക് വയ്ക്കാം. കേക്ക് ഡിസൈൻ ചെയ്യാൻ പോവാണ്. നമ്മൾ കേക്ക് ഇതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്ത കേക്കാണ്, ഇച്ചിരി തിരക്കോടുകൂടി ചെയ്ത കേക്കാണ്. അതുകൊണ്ട് ഈ ചൂട് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ പാനിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് ഒരു സൈഡ് പൊട്ടിപ്പോയി. എന്നാലും കുഴപ്പമില്ല, വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ നമ്മൾ ഷുഗർ സിറപ്പ്, പൈനാപ്പിൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സോക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരട്ടി വെച്ചേക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ വെന്ത ആ ഒരു പൈനാപ്പിൾസും ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. രണ്ടും വെച്ച് കൊടുക്കാം നമുക്ക്, കാരണം രണ്ടും ഷുഗറിൽ നന്നായിട്ട് വെന്തതാണ്. ഒന്ന് വഴണ്ടതും ഒന്ന് വെന്തതുമാണ്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് കൊടുക്കും. ഇതുപോലൊരു ചുറ്റിനായിട്ട് കൊടുത്തിട്ട് അടുത്ത ലെയറും വെച്ച് കൊടുത്തു. അതും നന്നായിട്ട് ആ പൈനാപ്പിൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെ എസൻസ് ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. പകരം ഈ നാച്ചുറലായിട്ട് പൈനാപ്പിൾ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. നമ്മൾ ക്രീം കോട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ക്രീം കോട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഹോൾസ് എല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഞാൻ ക്രീം തേച്ചിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിലായിട്ടും ഒരു മുകളിൽ നിൽക്കുന്ന രീതിയിലും ചുറ്റിനും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഹോൾസും ആ ഒരു സ്പേസും എല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പാലറ്റ് കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അകത്തോട്ട് ക്രീമിനെ കയറ്റുക. അപ്പോൾ നമ്മളുടെ കേക്ക് ഈവനായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം കറക്റ്റായിട്ട് ഫില്ലായി കിട്ടും. ഇങ്ങനെയാണ് ക്രീം കോട്ട് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും ഹോളോ അല്ലെങ്കിൽ സ്പേസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ചുറ്റിന് വെച്ച ക്രീം തന്നെ മതിയാവും മുകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ശകലം ക്രീം ഇച്ചിരി കൂടുതലാണ്. ക്രീം കോട്ട് ചെയ്യുമ്പോൾ ഇത്രയും ക്രീമിൻ്റെ ആവശ്യമില്ല. എങ്കിലും ചുറ്റിനുള്ള ക്രീമെല്ലാം ഞാൻ മുകളിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്ക് ക്രീം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട്, സാധാരണ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേക്ക് ചെയ്ത് തലേദിവസം ചെയ്തിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോഴാണ് ശരിക്കും ആ ഒരു കേക്കിന് ടേസ്റ്റ് വരിക. പിറ്റേ ദിവസം എടുത്താണ് ഈ ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും ഇത് ഞാൻ കണ്ടില്ലേ, കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് സ്കൈ ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ക്രീം എടുത്തിട്ട് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. ഗ്രീനിലും ഈ ഗ്രീൻ കളറും മിക്സ് ചെയ്തതും അതുപോലെ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം രണ്ട് സെപ്പറേറ്റ് പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ട് ചുറ്റിനുമായിട്ട് 1 by 1 ആയിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. എളുപ്പം ചെയ്യുന്നതുകൊണ്ട് ഫിനിഷിങ്ങിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് കാണുന്നിടത്ത്, അല്ല ചെറിയ ക്രീം കുറവ് കാണുന്നിടത്ത് പിന്നെ നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാലറ്റ് നൈഫും കൊണ്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വൃത്തിയായിട്ട് കിട്ടും. മുകളിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ അത് തന്നെ ആ ഒരു കളർ തന്നെ രണ്ടുകൂടെ മിക്സ് ചെയ്ത് മുകളിൽ ഫില്ല് ചെയ്തു. ഇപ്പോൾ ഇതുപോലൊരു ഡിസൈനും ചുറ്റിനും കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ 2 ഡ്രോപ്സ് ബ്ലാക്ക് ജെൽ കളറോട് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ്, ഒരു ആഷ് കളർ കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ റൊസറ്റ നോസൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി ക്രീം വെച്ചിട്ടാണ് മുകളിലത്തെ ഫ്ലവറും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡബിൾ കളർ കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയായിരുന്നു. ഈ മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇതുപോലൊരു ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനലിലോട്ട് പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിൻ്റെ പേരോട് എഴുതിയിട്ട് നമ്മൾ ലാസ്റ്റ് ടച്ചാണ്. പിന്നെ അതാ കോർണറൊക്കെ കുറച്ച് ഫിനിഷ് ആവാനുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ ഫിനിഷ് ആക്കുന്നുണ്ട്. ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഫിനിഷ് ആക്കേണ്ടതായിരുന്നു. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയി ചില ഒരു ഫിനിഷ് ആകാതെ പോയി ചില ഏരിയാസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റിൽ ടച്ചപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പേരും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് സിൽവർ ബോൾസ് കൂടെ ഇട്ട് കൊടുത്ത് അതിനൊരു എലഗൻ ലുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇത് നല്ലൊരു, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ബർത്ത്ഡേസിനും അല്ലാതെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്ക് ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതൊരു ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.